ഇവിടെ പ്രേക്ഷകരെ സംസ്ഥാനത്ത് പരക്ക മഴയാണ്. മഴ കനക്കുന്നുണ്ട്. ചില മഴക്കെടുതികൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ വേഗം നമുക്കൊന്ന് നോക്കി വരാം. കനത്ത മഴയിൽ കൊച്ചി തേവയ്ക്കൽ ഇടത്തലയിൽ വീടിനോട് ചേർന്ന് മണ്ണിടിച്ചിലുണ്ടായി എന്നൊരു വാർത്ത വരുന്നുണ്ട്. വീടുകൾ അപകടാവസ്ഥയിലാണ്. കോഴിക്കോട് ചാത്തമംഗലത്ത് ജലസംഭരണി തകർന്ന്. ഇടുക്കിയിലും വയനാട്ടിലും അതീവ ജാഗ്രത. ഇടുക്കിയിൽ ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ലിബി സജീന്ദ്രനും AK അഭിലാഷും രാഹുൽ സുരേഷും ദീപക് മോഹനും നമുക്കൊപ്പം ചേരുന്നു. ചാത്തമംഗലത്ത് ജലസംഭരണി തകർന്ന് വെള്ളം തൊട്ടടുത്ത 2 വീടുകളിലേക്ക് എത്തി. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഇരുചക്ര വാഹനങ്ങൾക്കും കേടുപാടുണ്ടായി എന്നറിയുന്നു. നമുക്ക് പ്രതികരണം ഒന്ന് കേട്ടുവരാം. AK അഭിലാഷും കൂടി നമുക്കൊപ്പം ചേരും. ആദ്യം പ്രതികരണം. കുടിവെള്ളം ഇല്ലാത്ത സ്ഥലമാണ്. തീരെ വെള്ളമില്ല ഇവിടെ. മൊത്തത്തിൽ നിറച്ച് വെച്ചായിരുന്നു വെള്ളത്തിന് വേണ്ടിയിട്ട്. 120 കുടുംബമുണ്ട് ഈ വെള്ളം ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർ. അല്ലെ, ഇന്ന് രാവിലെ തുറക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഫുള്ളാക്കി വെച്ചതായിരുന്നു. അങ്ങനെ ഒച്ച കേട്ട് ജനൽ തുറന്ന് നോക്കിയപ്പോൾ, ജനലടക്കാൻ വേണ്ടി നോക്കുമ്പോൾ മഴ ഉള്ളിലേക്കാവണ്ടല്ലോ, ജനലടക്കാൻ വേണ്ടി നോക്കിയപ്പോൾ വെള്ളം ചാടുന്നത് കണ്ട്. അങ്ങനെ വെള്ളം ഫുള്ള് നമ്മളെ മുറ്റത്തേക്കും ഒലിച്ചു വന്ന് കണ്ട് ഈ തിണ്ട് വരെ പൊട്ടിപ്പോയി. അയ്യോ, വെള്ളം ജലസംഭരണി തകർന്നു. ഇനിയിപ്പോൾ അവർ വെള്ളത്തിന് എന്ത് ചെയ്യുന്നുള്ളതാണ് ഒരു ചോദ്യം. 2 വീടിൻ്റെ മുറ്റത്ത് വരെ വെള്ളം എത്തി. പ്രേക്ഷകർക്ക് കാണാം. AK അഭിലാഷ് അവിടെയുണ്ട്. രാഹുൽ സുരേഷ് ഇടുക്കിയിൽ നിന്നും, ദീപക് മോഹൻ വയനാട്ടിൽ നിന്നും, ലേബി സജീന്ദ്രൻ കൊച്ചിയിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം അഭിലാഷിലേക്ക്. അഭിലാഷ്, എന്താ സംഭവിച്ചത്? എങ്ങനെയാണ് ഈ ജലസംഭരണി തകർന്നത്? ചാത്തമംഗലത്ത് 100-ലധികം ആളുകൾക്ക് വെള്ളം കൊടുക്കുന്ന ജലസംഭരണിയാണ്. സ്വാഭാവികമായിട്ടും ധാരാളം വെള്ളം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇവരെന്ത് ചെയ്യും വെള്ളത്തിന്? തീർച്ചയായിട്ടും ആശങ്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്നലെ രാത്രി മഴയുണ്ടായിരുന്നു. പുലർച്ചെ ഏതാണ്ട് 1 മണിയോട് കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഏതാണ്ട് 50,000 ലിറ്റർ ശേഷിയുള്ള ഒരു ജലസംഭരണിയാണ്. 30 വർഷം മുമ്പാണ് ഈ ജലസംഭരണി നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. അതായത് കാലപ്പഴക്കമുണ്ട്. അതോടൊപ്പം തന്നെ മഴ പെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഇതിന് ബലക്ഷയം സംഭവിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. നിറയെ വെള്ളം നിറച്ചിട്ടിരുന്നു. കാരണം ഇന്ന് രാവിലെ ഇത്രയും കുടുംബങ്ങൾക്ക് വെള്ളം ശേഖരിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അത്രയും വെള്ളം നിറച്ചിട്ടിരുന്നു. ഇതിനിടയിലാണ് ഏതാണ്ട് 1 മണിയോടുകൂടി ഇത്തരത്തിൽ ജലസംഭരണിയുടെ ഒരു ഭാഗം, അതായത് കോൺക്രീറ്റ് ഭാഗം തകർന്നു വീഴുകയായിരുന്നു. ഇതോടുകൂടി തന്നെ ഇതിലുള്ള മുഴുവൻ വെള്ളവും തൊട്ടടുത്തുള്ള ജമാൽ, അതോടൊപ്പം തന്നെ സെയ്തു എന്ന് പറയുന്ന അവരുടെ 2 വീടുകളിലേക്കാണ് എത്തിയത്. അതോടൊപ്പം തന്നെ അവിടെ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനത്തിലടക്കം സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും 120 കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരു ജലസംഭരണിയാണ്. അവർക്ക് വെള്ളം കിട്ടാനുള്ള സാധ്യതയാണ് ഇതോടുകൂടി അടയുകയും ചെയ്തത്. കാരണം ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു. കാരണം ഇതിന് ചില കാലപ്പഴക്കം മൂലം തന്നെ ഇതിന് ബലക്ഷയം സംഭവിച്ചു എന്നടക്കമുള്ള പറഞ്ഞിരുന്നു. പക്ഷേ അക്കാര്യത്തിലൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഏതായാലും പറയുന്നത്. ഏതായാലും ഇപ്പോൾ 120 കുടുംബങ്ങളുടെ ഏക ആശ്രയമായിരുന്ന ഈ ജലസംഭരണിയാണ് തകർന്നിരിക്കുന്നത്. ഇവർക്കുള്ള കുടിവെള്ളം ഇനി എങ്ങനെ ലഭിക്കുമെന്നുള്ള ഒരു ആശങ്ക കൂടിയാണ് അവർ പങ്കുവെക്കുന്നത്. ഏതായാലും ചളിയും മണ്ണും അതോടൊപ്പം തന്നെ കല്ലും അടക്കമുള്ള കാര്യങ്ങളാണ് ഈ വീട്ടുമുറ്റത്തേക്ക് ഒഴുകിയെത്തിയത്. മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടില്ല. വീട്ടുമുറ്റത്ത് ഒരു ചെറിയൊരു മതിലുണ്ടായിരുന്നു. അതിന് ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റ് അപകടങ്ങൾ സംഭവിച്ചില്ല. പക്ഷേ ഇനി ഈ ആൾക്കാർ എന്ത് ചെയ്യും വെള്ളത്തിന് എന്നുള്ളൊരു ചോദ്യമുണ്ട്. 100-100-ലധികം ആളുകൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരുന്ന ജലസംഭരണിയാണ് തകർന്നു പോയത്.